ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മുകേഷ് ഏട്ടൻ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളും കാര്യങ്ങളിലും മേടിച്ചു. അപ്പോൾ കുറച്ച് ഷോപ്പിംഗും കൂടെ ബാക്കിയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ അതായത് ഗേറ്റ് ഹൗസ്, ബർഷയിലെ ഗേറ്റ് ഹൗസിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ എത്തിയിട്ട് ഇനി എന്നാ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ മുകേഷ് ഏട്ടൻ ഡ്രൈവ് ചെയ്യുന്നത്, ഇതിനുണ്ട്. അതുപോലെ തന്നെ ബിബിയാട്ടനുണ്ട്. ബിബിയാട്ടൻ എന്ന ഫോണിൽ ആംഗ്യം കളിക്കുന്ന ബിബിയാട്ടൻ നല്ല വൃത്തി പാട്ട് പാടുന്ന എല്ലാവരും പറയുന്നത്. ബിബിയാട്ടൻ ഒന്ന് പാട്ടോടെ പാടുന്നത്. ബിബി ഭയങ്കര ഗായകനാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗായകന മിമിക്രി ആർട്ടിസ്റ്റ് എല്ലാം നമ്മളെ മുകേഷ് ഏട്ടൻ. നിങ്ങളെ പഴയ ബൈനോക്കുലർ വെച്ച് നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം എന്റെ കയ്യിലില്ല. ബൈനോക്കുലർ അന്ന് വെച്ച് നിൽക്കുന്നത് അതിന്റെ പേരെന്നാ ഒരു ഫോട്ടോ, ഒരു മിമിക്രി പരിപാടി അവന്റെ. അത് മൈക്കും പിടിച്ചേക്കുന്നല്ലേ? മൈക്കൊന്നല്ല, എന്തോ ഒരു സാധനം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. പഴയ മിമിക്രി എന്നൊക്കെ ഓർമ്മയാണ്. പാട്ടോ നമ്മളെ മറ്റേ പാട്ട് നേരത്തെ പാടിയ നമ്മ വീഡിയോ എടുത്ത ഒരു പാട്ടില്ലേ, അതേതാ? ഏതാ പാട്ട്? നീ എന്നാ നമ്മ കുറച്ചു മുമ്പ് പറഞ്ഞില്ല. കുറച്ചു മുമ്പ് ഒരു പാട്ട് ഞാൻ പാടി, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. വിചാരിക്കുന്ന എനിക്കൊന്നും കേട്ടാ, മുകേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗായകനാണ്. എന്നാലും നിന്റെ അശ്വതി എത്ര വരില്ല. അയ്യോ, അല്ല അത് വേറെ ഇത് വേറെ അങ്ങനെ. മുകേഷ് ഏട്ടൻ പാട്ടുകാരനാണ്, അതുപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഇതൊക്കെയാണ് സംഭവം. പക്ഷെ ഭയങ്കര നാടാണ്. ഫോട്ടോഗ്രാഫറാണ്, നല്ല ഫോട്ടോഗ്രാഫറാണ്. തട്ടി പറഞ്ഞ ഇത് ചെയ്തിട്ടില്ല പറ. ഇത് ഒരുപാട് ആൾക്കാരെ, ചിലപ്പോ കുറച്ച് ആൾക്കാരെ കാണുമല്ലോ, അന്ന് അവര് പറയല്ലേ ഇത് നിൽക്കാൻ വേണ്ടി എന്ന് പറ. ഇത് നിങ്ങൾ ചെയ്തില്ല, ഈ മിമിക്രി പണ്ടപ്പോ ചെയ്തല്ലേ? പക്ഷെ എന്നാൽ അങ്ങനെ ആ ഒരു കഴിവിനെ നിങ്ങൾ ഇങ്ങനെ ഒഴിവാക്കി കളയാൻ പാടില്ലല്ലോ. പണ്ട് ചെയ്ത അതിപ്പോ നമുക്കിനി ഇപ്പൊ ആവില്ല. അങ്ങനൊന്നുമില്ല. അങ്ങനെ ഇന്ന് നമ്മള് മറ്റേ നേരെ ബത്തൂത്തേന്ന് ജുമേറ പാർക്ക് വഴി, ഡിസ്കവറി ഗാർഡനിൽ നിന്ന് നേരെ ജുമേറ പാർക്ക് വഴി അല്ലസേൽ സ്ട്രീറ്റ് പിടിച്ചിട്ട് നേരെ ഹെസ് എടുത്തിട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. മെയിൻ റോഡെല്ലാം നമ്മ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ കയറുമെന്ന് അറിയില്ല. ഫുള്ള് ഒരുപാട് സിഗ്നലുകളും കാര്യങ്ങളെല്ലാം ഇല്ല. ഒരുപാട് വില്ലാസും കാര്യങ്ങളെല്ലാം, മെഡോസ്, സ്പ്രിങ്സ്, അങ്ങനെയുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി ഏരിയസിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. നല്ല രസം. പക്ഷെ ഇവിടുത്തെ ഇതൊന്നും അറിയാം, ഈ എല്ലാം വേറെ വേറെ ആയിട്ട് നമ്മളെ ഈ മെഡോസ് 1, 2, 3 അങ്ങനെ കുറെ ഉണ്ട്. അത് സ്പ്രിങ്സ് 1, 2 ഈ ഇതിലെല്ലാം മിക്സ് ആയിട്ടാണ് നമ്മൾ. 1, 2 അടുപ്പിച്ചായിരിക്കൂല. നമ്മൾ ഈ ടാക്സി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ആദ്യം കുറെ കൺഫ്യൂഷൻ ഉണ്ടായി. നമുക്ക് മെഡോസ് 15 എല്ലാം പറയുമ്പോൾ, കസ്റ്റമർ മെഡോസ് 15 പറയുമ്പോൾ ചിലപ്പോ ഇതിന്റെ ഇടക്കല്ല 1, 2 അങ്ങനെ അതിന്റെ ഇടക്കിടക്ക് അടുപ്പിച്ചൊന്നായിരിക്കില്ല, ഒന്നും നല്ല മിക്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. സ്പ്രിങ്സ് എനിക്ക് JVT ഒന്നും ഇന്നും അറിയില്ല. അതായത് JVTന്റെ ഉള്ളിൽ പോയിട്ട് വഴി അറിയില്ല പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതൊരു വല്ലാത്ത സ്ഥലമാണ്. അത് എനിക്ക് ഈ ബിസിനസ് ബാൻഡിന്റെ ഉള്ളിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ ആടെ എനക്ക് ഒരു തപ്പല. JVT അതെ, JVCയും JVTയും രണ്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ജുമേറ പാർക്ക് ഇപ്പോൾ ഒരുപാട് ഇതായി, വലിയൊരു കുഴപ്പമുണ്ടായിട്ട് തോന്നുന്നില്ല. അതന്നെ. പിന്നെ അതേപോലെ തന്നെ മറ്റേ ഇന്റർനാഷണൽ സിറ്റി, അതും അതെ എനക്ക് തന്നെ വരുന്നതാണ്. അതിന്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ ഫേസ് 2 അതും ഭയങ്കര ബുദ്ധിമുട്ടായി. റെസ്റ്റോറന്റ് ഈ ജുമേറ മറ്റേ ഇതില് ഇന്റർനാഷണൽ സിറ്റിയില് അതെയാ? അതെവിടെ സ്ഥലം? ഏതെല്ലാം വരുന്നത്? ബിബിയാട്ടിന്റെ മെയിൻ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സിറ്റി ആ ഒരു ഏരിയ. റാഷിദിയ ആരാണ്? വലിയ ചാണ്ടിന്റെയും പിന്നെ ഇവരെല്ലാം ഏരിയ ആണ് റാഷിദിയ. നമ്മളും ഉണ്ടായിരുന്ന അൽനാദ, അത് കാണിച്ചുതരാം. ഈ മോസ്കിന്റെ ഈ സൈഡിലായിട്ടാണ് സ്പ്രിംഗ് സൂക്കും കാര്യങ്ങളായിട്ട് വരുന്നത്. ചെറിയൊരു മാള്
ഈ കാണുന്നതന്നെ സ്പ്രിങ്സ്. നമ്മൾ നേരെ സ്ട്രൈറ്റ് തന്നെ പോകും. സ്ട്രൈറ്റ് പോയിട്ട് എസ് എടുത്തിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകും. ലെഫ്റ്റ് കിട്ടുവായിരുന്നു, നല്ല അപ്പുറം പോയി കൂട്ടാടി കിട്ടുക. അങ്ങനെ നമ്മൾ എസ് ആർ റോഡിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണേ. അതായത് നമ്മളെ ഹെസ്സേൻ്റെ സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. അല്ല സെയിൽ സ്ട്രീറ്റ് നേരെ പോയിട്ട് ഹെസ്സേൻ്റെ സിഗ്നലിൽ എത്തിയിട്ട് ഇവിടെ ഒരു യൂണിയൻ കോപ്പലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് യൂണിയൻ കോപ്പറേറ്റ്. യൂണിയൻ കോപ്പറേറ്റ് അതന്നെ. എന്താ സംഭവം? അല്ല അങ്ങനെ യൂണിയൻ കോപ്പ് പറയും. അങ്ങനല്ലേ പറയലേ? അങ്ങനെ അവരുടെ പറയല്. അതിന് പേര് കോപ്പറേറ്റ് എന്ന് അവരുടെ എഴുതിയിട്ടുണ്ട്. ഇത് എസ് ആർ റോഡാണ്. അതായത് മെയിനായിട്ട് നമ്മളെ എന്താ പറയുക, അൽക്കൈൽ റോഡും ഷെയ്ഖ് സായിദ് റോഡും തമ്മിലുള്ള കണക്ഷൻ അല്ലേ. അതായത് വീക്ക് ഡേയ്സിൽ ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ സാലിക്കില്ലാണ്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു റോഡാണ് ഈ റോഡ്. പക്ഷെ ഇത് വീക്ക് ഡേയ്സിൽ ഇത് ഈവനിങ്ങും മോർണിംഗും വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അത്രയും നല്ല തിരക്കായിരിക്കും. ഇത് രാവിലെ അങ്ങോട്ടേക്കും അല്ല ഇങ്ങോട്ടേക്കും, വൈകുന്നേരം അങ്ങോട്ടേക്കും. ലെഫ്റ്റ് ഇല്ല, കൊണ്ട് ലെഫ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ എസ് ആർ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് എന്ത് നല്ല സുഖം, ആർക്കും കാറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടാ. ഇതാ ഗേറ്റ് വേ ഹൗസ്. ഇന്ന് ഗേറ്റ് വേ ഹൗസ് എന്നല്ലേ ഇതിന്റെ പേര്? ഓൾ ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ, റേറ്റ് കുറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നേരെ ഇവിടുന്ന് യൂട്ടേൺ അടിക്കണം. നല്ല വെയിലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടുന്ന് എല്ലാം യൂട്ടേൺ അടിച്ചിട്ട് റൈറ്റിലേക്ക് യൂട്ടേൺ അടിച്ചിട്ട് നേരെ ഗേറ്റ് വെയർ ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇനി അവിടെ എത്തിയിട്ടാണേ ഗൈസ്. അങ്ങനെ നമ്മൾ വെയർ ഹൗസിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ പാർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടീൻ്റെ കോലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്നെ ചീത്ത പറയാൻ സാധ്യതയുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ദിവസം മഴ പെയ്തിട്ട് ഫുള്ള് കുളമായി കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെയർ ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോയത്. ഇനി ഇതിൻ്റെ രണ്ട് നിലയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ താഴെ ചെറിയ ചെറിയ നമ്മളെ അതായത് കോസ്മെറ്റിക്സ് ഐറ്റംസും പിന്നെ അതുപോലെ തന്നെ മുകളിലുണ്ടെന്ന് തോന്നുന്നു. നേരെ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല വാച്ചും അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു ഇതാണുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ കാണുന്നുണ്ട്. അതായത് ചെടികളും കാര്യങ്ങളും അതെല്ലാം ഇങ്ങനെ വെക്കുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ. പിന്നെ പെർഫ്യൂംസ് കാര്യങ്ങൾ അങ്ങനെ വലിയൊരു ഇതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഇതിൽ കാണുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ മേടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കുന്നില്ല നമ്മൾ. ഇപ്പം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കാണേ. മുകേഷേട്ട സാധനവും കാര്യങ്ങളും ഇങ്ങനെ മേടിച്ചിട്ട് അത്യാവശ്യം പോകുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ഷോറൂം തന്നെ കേട്ടോ. അല്ല ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പറയുന്നതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷെ വീഡിയോ എടുക്കാൻ അങ്ങനെ വലിയ പെർമിഷൻ ഇല്ല. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് തന്നെ പറയാം അല്ലേ. ബെസ്റ്റാന്ന് നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവൂലോ. 19 ഞാൻ മേടിച്ചിട്ടുണ്ട്. മുകേഷ് ഏട്ടൻ പൊളിച്ചാ പൊളി പർച്ചേസിങ് എന്നാ പറയണ്ട ഇപ്പോൾ. അടിപൊളി പർച്ചേസിങ്ങിലാണേ. ഒരുപാട് കാര്യങ്ങൾ മേടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വാങ്ങിയ ഒരു ബാഗ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടു ഇഷ്ടപ്പെട്ടു, ഞാൻ എടുക്കുന്നു പറഞ്ഞതൊക്കെ. അതാണൊക്കെ വിവിയാട്ടിന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ മുകേഷ് ഏട്ടൻ ഒന്നിലും നോട്ടില്ല കേട്ടോ. അയാളെ പർച്ചേസിങ് തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്. എന്നേ പോലും പൈസ അങ്ങനെ ചെറിയ ചെറിയ പർച്ചേസിങ്ങിലും കഴിച്ചിട്ട് മുകേഷ് ഏട്ടൻ ആയിട്ടുണ്ട്. മുകേഷ് ഏട്ടനെ കാട്ടിയും വലിയ പർച്ചേസിങ് നിതിനും അതുപോലെ തന്നെ വിവിയാട്ടിനും ചെയ്തിട്ടുണ്ടേ. ഞാൻ പിന്നെ ചെറുതായിട്ട്. ഇനിയിപ്പോൾ അടുത്തേക്കാ ഇനി കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണം പോലും. ഇനി നേരെ അങ്ങോട്ട് പോവാം. വീട് അങ്ങനെ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. സംഭവം എന്ന് വെച്ചാൽ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല. ഞെക്കിയാ ഓക്കെ. നക്കി എന്നെ കാണിക്കല്ലേ, മുടിയെല്ലാം വെറും വിവിയാട്ടൻ 2 പ്രാവശ്യം പേയ്മെന്റ് ചെയ്തിട്ട് പൈസ പോയി പോലെ. ഭയങ്കര വിഷമം തന്നെ പാവത്തിന്. അങ്ങനെ നേരെ ഇനി വണ്ടി വെച്ച സ്ഥലത്തേക്ക് പോന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളങ്ങനെ ഒരു കിക്കാറ്റെല്ലാം മേടിച്ചിട്ടുണ്ട്. കൊടുത്തോ നിന്റെ കിക്കാറ്റ്? വിവിയാട്ടിന്റെ കിക്കാറ്റ് എടുത്തു. നമ്മളിപ്പോ ബർഷയിലെത്തിയിട്ടുണ്ട്. വർഷയിലെത്തുമ്പോ മുകേഷ് ഏട്ടൻ പറയുന്നത് എന്നാ ചെയ്യണ്ട്?
മുടി മുറിക്കണമെന്നുണ്ട് താടിക്കാ പിടിക്കുന്നത്. മുടിയും താടിയും വഹിക്കാം. കാണുന്ന ലുക്ക് ആയിരിക്കും ഇനി അടുത്ത് കുറച്ച് കഴിയുമ്പോൾ കാണുള്ളൂ. അതന്നെ ലുക്ക് മാറും. ബംഗാളി അല്ല ഞാൻ. ഗൈസ് അങ്ങനെ നമ്മളെ മുകേഷ് ഏട്ടൻ സുന്ദരനാവാൻ പോവുകയാണ്. നമ്മളെ മുകേഷ് ഏട്ടൻ സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുടിയെല്ലാം മുറിച്ച് താടിയെല്ലാം അതായത് കരിക്കെത്തി കണക്കാക്കി വെച്ചിട്ട് വേക്കല്ലോ ഹെഡ് മസാജ് എല്ലാം ചെയ്ത് പൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ മേടിക്കാനുണ്ട്. ഇവിടെ ഒരു കട കാണുന്നുണ്ട്, അത് സഫ്രാൻ എന്ന് പറഞ്ഞ ഒരു കട കാണുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം എന്തൊക്കെ സാധനങ്ങളുള്ളത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. അത്യാവശ്യം നല്ലൊരു കട കേട്ടോ. അങ്ങനെ നമ്മളെ മുകേഷ് ഏട്ടനും നിതിനും കൂടെ അത്യാവശ്യം സാധനങ്ങളെല്ലാം മേടിക്കുന്നതിനും കാണുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചേട്ടൻ്റെ ആണെന്ന് തോന്നുന്നു കട. വീഡിയോ എടുക്കുമ്പോൾ ചേട്ടൻ ചിരിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. മുകേഷ് ചേട്ടൻ ഇപ്പോൾ ഏതെടുക്കണം എന്നില്ല ഒരു കൺഫ്യൂഷനേ ഇല്ല. കുറേ സാധനം ഉണ്ട് പോലെ, കുറേ സാധനം കാണുമ്പോൾ ഏതെടുക്കണം എന്നില്ല ഒരിത്. വിലയും കാര്യങ്ങളെല്ലാം ഇയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാർഗൈനിങ് ഉസ്താദ് നിതിനുണ്ട്. 55 സാധനം, പിന്നെ അതുപോലെ അങ്ങനെ പല റേറ്റില്ലേ 45 മുതലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ സാധനം എടുത്തിട്ട് കാണാട്ടോ. പാവം നമ്മൾ മറ്റേ ബിവിയാട്ടൻ ക്ഷീണം പിടിച്ചോട്ടാ. ബിവിയാട്ടൻ അതിനിടക്ക് കയറിയിട്ട് മുടിയെല്ലാം മുറിച്ച് അതിനിടക്കേ കൂടെ മുകേഷ് ഏട്ടൻ്റെ കെയർ ഓഫിൽ കയറിയിട്ട് മുടിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്താ സ്ട്രോബെറി. ഇതോ ഇതൊന്നും സാധനം ഇതാ മറ്റേ ഇതല്ല, എന്നാ അതിന്റെ പേരും മറന്നേ. ഇത് നമ്മുടെ അത് കിവി. ഇതെന്നാ പൈനാപ്പിളാ എന്തോ ആണെന്ന് തോന്നുന്നു. അത് മറ്റേ ഇതാ മറ്റോ ഇതെന്നാ ബോണ്ടിയാ. അങ്ങനെ മുകേഷ് ഏട്ടൻ കുറച്ച് ലാസ്റ്റ് അവസാനഘട്ട പർച്ചേസിങ്ങിലുണ്ടായിനി. കുറച്ച് മറ്റേ ചോക്ലേറ്റും കാര്യങ്ങളും മേടിച്ചു. ബിബിയാട്ടൻ അതിനടക്കം കുറച്ച് കടലയും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ടായിനി. അതെല്ലാം കഴിഞ്ഞ് നേരെ ഇനി റൂമിലേക്ക് പോകണം. അങ്ങനെ ഏകദേശം പർച്ചേസിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു എന്നാണ് മുകേഷ് ഏട്ടൻ പറഞ്ഞത്. ചോക്ലേറ്റ് കട വെച്ച് പർച്ചേസിങ്ങെല്ലാം കഴിഞ്ഞു അല്ലേ. അപ്പം നേരെ ഇനി റൂമിലേക്കാണ് യാത്ര. അങ്ങനെ ഇറങ്ങിയത് തന്നെ നല്ല ട്രാഫിക്കിലേക്കാണ്. കുറച്ച് സമയം ഈ ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്നത്. അത്യാവശ്യം നല്ല ട്രാഫിക് കിട്ടി. ഏകദേശം ഒരു എത്ര സമയമായിരുന്നു നമ്മുടെ കിടക്കുന്നത്? 15 മിനിറ്റായി. ഹെവി ട്രാഫിക്കിലാണ് പെട്ടത്. ചെറിയൊരു മൂവിങ് ആയിട്ടുണ്ട് കേട്ടോ. സിഗ്നൽ ആണെങ്കിൽ കൂടി നല്ല ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. മൂവ് ആവുന്നുണ്ടായിട്ടില്ല. നമുക്ക് ലെഫ്റ്റ് എടുത്താ പോരെ. ലെഫ്റ്റ് എടുത്ത് പോയാൽ പോരെ. ഇവിടെ യൂ ടേൺ എന്തായാലും ഇല്ല. അപ്പോൾ ലെഫ്റ്റ് അല്ലല്ലോ, ലെഫ്റ്റ് എടുത്തോ നേരെ പോയി. അല്ല പിന്നെ ആടെ അത് എഴുതി കണ്ടോണ്ട് പറഞ്ഞ. അല്ലല്ല പിന്നെ ഇപ്പൊ നേരെ എമറേറ്റ്സ് മാളിന്റെ ഈ സിഗ്നൽ സ്ട്രൈറ്റ് പോയിട്ട് അടുത്ത സിഗ്നൽ ലെഫ്റ്റ് എടുത്താൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് പള്ളീൻ്റെ കൂടെ അങ്ങോട്ട് പോയി കൂടെ. ആൾക്കാരെല്ലാം പറഞ്ഞൊക്കെ പെഡസ്ട്രീനിലാണ് ക്രോസ് ചെയ്യുന്നത്. ഏതെങ്കിലും CID കാർ കാരണം ചെയ്യുന്നു. അടുത്ത സിഗ്നൽ ഈ സിഗ്നലൊന്നും കുഴപ്പമില്ല. ഇത് സിഗ്നലിന്റെ ട്രാഫിക് എന്ന് പറയാം. ട്രാഫിക് ആയിട്ട് കൂട്ടാൻ പറ്റില്ല സിഗ്നലിന്റെ ഒരിത്. അങ്ങനെ ഇതാണ് കേട്ടോ എമറേറ്റ്സ് മാള്. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്, ഇടിയില്ലവർക്കെല്ലാം അറിയായിരിക്കും. എമറേറ്റ്സ് മാളാണ് ഇത്. അങ്ങനെ ഒരു എമറേറ്റ്സ് മാളിന്റെ പാർക്കിംഗ് ഇതിന്റെ മുകളിലാണല്ല മാള്. എന്റെ മുകേഷ് ചേട്ടാ എങ്ങനെ ഈ പറയുന്നത്. ഇതിപ്പോ പുതിയതായിട്ട് ഓപ്പൺ ആയതാണ് കേട്ടോ. നമ്മളെ സിറ്റി വാക്ക് കണക്കത്തെ ഒരു സാധനം. എന്നാ അതിന്റെ പേര് എന്തെല്ലാം ഉണ്ട്. കുറെ ഷോപ്പുകളും കാര്യങ്ങളിലായിട്ട് റെസ്റ്റോറന്റ് കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സംഭവം. വീണ്ടും അടുത്ത് സിഗ്നലിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.